ഹലോ സാർ, ഞാൻ ബലരാമനാ, കൊല്ലപ്പെട്ട മീരയുടെ ഫാദർ. ഓ ബലരാം സാർ, ഇൻവെസ്റ്റിഗേഷന്റെ അപ്ഡേറ്റ്സ് ഓഫീസിൽ നിന്ന് അറിയുന്നുണ്ടല്ലോ. എന്ത് അപ്ഡേഷൻ? എന്താണ് സാർ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സംഭവിക്കുന്നത്? എന്താ, ഒരു ഭരണകക്ഷി MLA പേടിയാണോ, അതോ മുഖ്യമന്ത്രി വിളിച്ച് വരട്ടിയോ? താങ്കളെപ്പോലെ സീനിയറായ ഒരു പൊളിറ്റീഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന വാക്കുകളല്ല താങ്കൾ പറയുന്നത്. ഞാനൊരു പൊളിറ്റീഷ്യൻ മാത്രമല്ല സാർ, ഒരു അച്ഛനും കൂടിയാ. മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ. ആ അച്ഛൻ സംസാരിക്കുമ്പോ അടക്കി വച്ചിരിക്കുന്ന വേദനകൾ കൂടി പുറത്തു വരും. താങ്കളുടെ വേദന എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇന്ന് മുതൽ അന്വേഷണ രീതി പ്രകടമായി തന്നെ മാറും. ഇതിനായി ഒരു SIT രൂപീകരിച്ചത് താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. ടീം ഹെഡ് വസുന്ധര IPS ആണ്. അതൊക്കെ താങ്കളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഉറപ്പ് പറയുന്നു സാർ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അന്വേഷണത്തിന്റെ വ്യക്തമായ റിസൾട്ട് കിട്ടിത്തുടങ്ങും. എല്ലാ ഡെവലപ്മെന്റ്സും ഞാൻ തന്നെ താങ്കളെ വിളിച്ചറിയിക്കാം. സാർ, താങ്കൾ വ്യക്തിപരമായിട്ട് തന്നെ ഈ കേസിന്റെ പിന്നിലുണ്ടാവണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ്. കുറ്റവാളികളെ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്കൊന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റൂ. താങ്കൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. വസുന്ധര IPSന്റെ സർവീസ് ഹിസ്റ്ററിയിൽ വിജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഈ കേസും വസുന്ധരയുടെ മറ്റൊരു വിജയമായിരിക്കും. ഞാൻ താങ്കളെ വിളിക്കാം. ധൈര്യമായിട്ടിരിക്കൂ. വസുന്ധര ചാർജ് എടുത്തതിന് ശേഷം ആദ്യം കാണുന്നത് സാറിനെ തന്നെ ആവും. ഓക്കെ സാർ. തൃപ്തികരമല്ലാത്ത രീതിയിലാണ് അന്വേഷണത്തിന്റെ പോക്കെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും. ഷുവർ. എപ്പോ വേണമെങ്കിലും താങ്കൾക്ക് എന്നെ വിളിക്കാം. ഓക്കെ. ബാലു, എന്താ ബാലു അയാൾ പറഞ്ഞത്? അന്വേഷണം കൃത്യമായി നടക്കുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ വളരെ സമർത്ഥയാണെന്നൊക്കെ പറഞ്ഞു. നോക്കാം. വസുന്ധര IPS ഒന്ന് ചാർജ് എടുക്കട്ടെ. താങ്ക് യു സർ. പറയൂ വസുന്ധരെ, എവിടുന്നാണ് തുടക്കം? സർ, MLA സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകനും കേസിലെ പ്രധാന കണ്ണിയുമായ നന്ദനിൽ നിന്നും ഞാൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സർ. ഓ യെസ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യണം. ഷുവർ സർ. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ എന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. ആ വിശ്വാസത്തിലാണല്ലോ SIT ചീഫായി വസുന്ധരയെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നിയമിച്ചത്. വസുന്ധരയെ അസിസ്റ്റ് ചെയ്യുന്നവരും വസുന്ധര തന്നെ സെലക്ട് ചെയ്താണല്ലോ. യെസ് സർ. ഷൈജനും സക്കീറും ആത്മാർത്ഥയുള്ള രണ്ടുപേരാ. ആർക്കും അവരെ സ്വാധീനിക്കാൻ പറ്റില്ല. ഈ കേസിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് വസുന്ധരയ്ക്ക് അറിയാം. അതുപോലെ തന്നെ ഇതിന്റെ ശക്തിയും. രാഷ്ട്രീയത്തിലെ രണ്ട് പ്രബല നേതാക്കന്മാർ രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും, ഭീഷണി ഉണ്ടാവും. ആ വെല്ലുവിളികളെ ഞാൻ അതിജീവിക്കും സാർ. പക്ഷേ സാറിന്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വേണം. എന്താണ്? ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്റെ മേൽ പ്രഷർ ഉണ്ടാവരുത്. എന്നുവെച്ചാ കേസ് അന്വേഷണത്തിൽ എനിക്കും എന്റെ ടീമിനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പിന്നെ പക്ഷാപാതപരമായി പ്രവർത്തിക്കണമെന്ന് എന്റെ മേലൊരു സമ്മർദ്ദമുണ്ടായാൽ ആ നിമിഷം ഞാൻ റിക്വസ്റ്റ് തരും എന്നെ മാറ്റാൻ. എടോ, ഈ കേസ് തെളിയിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാന പ്രശ്നമാണ്. ആ അഭിമാനം താൻ കാത്തു സൂക്ഷിക്കുമെന്ന് സർക്കാരിന് ഉറപ്പുണ്ട്. തന്റെ മേൽ ഒരു സമ്മർദ്ദം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് വന്നിട്ടുണ്ട്. എന്താ അതുപോലെ? Carry on. All the best. Thank you, sir. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.